ഇന്ന് മഹാനവമി അല്ലേ, നമുക്ക് അതിനെക്കുറിച്ച് കൂടി സംസാരിക്കണ്ടേ? ഓരോ ഇടങ്ങളിലും വളരെയധികം ആഘോഷത്തോടു കൂടിയും ആചാരത്തോടു കൂടിയും ഒക്കെ ഇങ്ങനെ മഹാനവമി ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ വിദ്യാരംഭമാണ്. അതിന്റെ തിരക്കുകളൊക്കെ ഇനി രാവിലെ മുതൽ കാണേണ്ടതായിട്ടുണ്ട്. നമ്മൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ്. മഹാനവമി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പുഷ്പരഥോത്സവം, ആ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കുന്ന വിദ്യാരംഭ ചടങ്ങുകളുടെ അവസാനഘട്ട തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. മൂകാംബിക ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ കാഴ്ചകളിലേക്ക് തന്നെ നമുക്ക് പോകാം. അവിടെ നിന്നും സാരംഗ് സുരേഷ് ആണ് വിശേഷങ്ങളൊക്കെ പറയാൻ നമ്മളുടെ കൂടെ ഉള്ളത്. സാരംഗെ, മഴയുണ്ടല്ലേ? പക്ഷേ മഴയുണ്ടെന്ന് പറഞ്ഞാലും ഭക്തജന തിരക്കിന് ഒരു മാറ്റമൊന്നുമില്ല. ഒരുപാട് ഭക്തജനങ്ങൾ ഒഴുകി എത്തുന്നുണ്ട്. രഥോത്സവത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകളാണ്. അപ്പോൾ നാളെ വിദ്യാരംഭമാണ്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടോ? പൂജ, വലിയ ഭക്തജന തിരക്ക് തന്നെയാണ് നമ്മൾക്ക് മൂകാംബിക സന്നിധിയിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ പുഷ്പരഥോത്സവത്തിന്റെ ചടങ്ങുകൾ ഇപ്പോൾ അല്പസമയം മുൻപാണ് അവസാനിച്ചത്. ദേവീ വിഗ്രഹം ഇപ്പോൾ പല്ലക്കിൽ എഴുന്നള്ളിച്ച് സരസ്വതി മണ്ഡപത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഭക്തജനങ്ങളൊക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നത്, മുൻകാലങ്ങളിലൊക്കെ തന്നെ പുഷ്പരഥോത്സവത്തിന്റെ പര്യവസാനത്തിൽ സാധാരണ പൂജിച്ച നാണയങ്ങൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായി ഭക്തജനങ്ങൾക്ക് പൂജയ്ക്ക് ശേഷം എറിഞ്ഞു നൽകുന്ന ഒരു പതിവാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഈ വർഷം അതിൽ നിന്ന് തികച്ചും വിഭിന്നമായി ഇത്തരത്തിൽ നാണയങ്ങൾ എറിഞ്ഞു നൽകുന്ന ഒരു പതിവ് കാഴ്ച നമുക്ക് ഇത്തവണ കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ വലിയ തോതിലുള്ള ഭക്തജനങ്ങൾ അത്തരത്തിൽ നാണയങ്ങൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെ തന്നെയായിരുന്നു ഇന്നിരുന്നത്. ഇപ്പോൾ പുഷ്പരഥോത്സവം പൂർത്തിയാക്കി ഇപ്പോൾ പൂജ കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നതിനായി ഇപ്പോൾ സരസ്വതി മണ്ഡപത്തിലേക്ക് ഭഗവതിയുടെ വിഗ്രഹം ശിവേലി വിഗ്രഹം എത്തിച്ചിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾക്കിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. 12:45 കൂടിയാണ് ദേവിയുടെ ശ്രീകോവിലിൽ നിന്നും വിഗ്രഹം വാദ്യങ്ങളുടെ അകമ്പടിയോടുകൂടി ഇത്തരത്തിൽ പുറത്തേക്ക് എഴുന്നള്ളിച്ചത്. ആദ്യഘട്ടത്തിൽ പ്രധാന അർച്ചകരുടെയൊക്കെ തന്നെ ആഭിമുഖ്യത്തിലാണ് 3 വട്ടം ശീവേലി നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് പിന്നീട് പുഷ്പരഥോത്സവത്തിന്റെ ഭാഗമായി രഥത്തിലേക്ക് എഴുന്നള്ളിച്ചത്. അതിന് മുന്നോടിയായൊക്കെ തന്നെ നാളികേരം ഉടയ്ക്കുന്നതടക്കമുള്ള പ്രധാനപ്പെട്ട ചില ചടങ്ങുകളും നടത്തിയിരുന്നു. അത് പരിവാര ദേവതകൾക്കുള്ള ഒരു വഴിപാടായി തന്നെയാണ് ഭക്തരൊക്കെ തന്നെ അതിനെ കാണുന്നത്. അതീവ പ്രാധാന്യമുള്ള പൂജാതി കർമ്മങ്ങളാണത്. അതെല്ലാം തന്നെ പൂർത്തീകരിച്ച ശേഷമാണ് ഒട്ടേറെ ഭക്തരടക്കം കാത്തിരുന്ന പുഷ്പരഥോത്സവം നടന്നത്. ഭക്തരൊക്കെ തന്നെ ഒരു നിമിഷമെങ്കിലും ആ ഒരു രഥം വലിക്കുന്ന വടത്തിൽ തൊടണം എന്ന് ആ ഒരു ആഗ്രഹത്തോടു കൂടി ഭക്തിയാദരപൂർവ്വം അതിൽ പങ്കെടുക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ആ ഒരു ഭക്തജനങ്ങളുടെ ഒഴുക്ക് നമ്മൾക്ക് കാണാൻ പറ്റും. അങ്ങനെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലേക്കൊക്കെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം എത്തിയിരിക്കുകയാണ്. പുഷ്പരഥോത്സവം, അതിന്റെ കാഴ്ചകളാണ് കണ്ടത്. അങ്ങനെ നാളെ വിദ്യാരംഭം കൂടിയാണ്. രാവിലെ 3 മണിയോടുകൂടി ചടങ്ങുകളൊക്കെ തുടങ്ങുന്നതായിരിക്കും. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരാണ് അവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്.